Hi all. ഇന്നത്തെ ടോപ്പിക്കാണ് സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും എന്താണെന്ന് നോക്കിയതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ്, ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ഓർ എ സർക്യൂട്ട് ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. Self inductance is given by N phi by I, where N represents the number of turns, phi represents the magnetic flux and I is the current. It unit ആണ് അതിൻ്റെ ഹെൻറി അല്ലേ. അപ്പം ഇൻഡക്റ്റൻസ് എന്താണ്? ഇൻഡക്റ്റൻസ് വിൽ നോട്ട് അലോ സഡൻ ചേഞ്ച് ഇൻ കറണ്ട് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിനെ പറ്റി. കപ്പാസിറ്റർ വിൽ നോട്ട് അലോ ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് ഇൻ വോൾട്ടേജ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മുടെ PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇൻഡക്റ്റർ ഡസ് നോട്ട് അലോ ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് ഇൻ കറണ്ട്, കപ്പാസിറ്റർ ഡസ് നോട്ട് അലോ ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഓക്കെ, അപ്പം L ഈക്വൽ ടു N phi ബൈ I. ഇത് പഠിക്കുമ്പം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് H പഠിച്ചിട്ടുണ്ട്. H വിൽ ബി ഈക്വൽ ടു NI ബൈ L. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറേം കൂടെ ഓർത്തിരിക്കും. ഇനി നമ്മൾ ഇങ്ങനെ കറണ്ട് കടത്തി വിട്ടു കോയിൽ വഴി. അന്നേരം ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്ത് ആ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMFനെയാണ് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ES വിൽ ഇൻ ദ കോയിൽ ഈസ് ഗിവൺ ബൈ ES ഈക്വൽ ടു മൈനസ് L ഇൻറ്റു DI ബൈ DT. ES ഈക്വൽ ടു മൈനസ് L ഇൻറ്റു DI ബൈ DT. അപ്പം ഫാരഡേസ് ലോയുടെ EMF എന്താണ്? EMF വിൽ ബി ഈക്വൽ ടു മൈനസ് N ഇൻറ്റു D phi ബൈ IT. ഇത് DI ബൈ DT, L DI ബൈ DT. ഓക്കെ, ഇനി ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ്. ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ് പറയുമ്പോഴത്തേ ഈ ഇക്വേഷൻ മോഡിഫൈ ആയിട്ട് L വിൽ ബി ഈക്വൽ ടു മ്യൂ നോട്ട് മ്യൂ ആർ N സ്ക്വയർ A ബൈ L. ഈ ഫോർമുലേനെ ബേസ് ചെയ്ത് നമ്മുടെ പോളി ലെക്ചറിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡക്ടറിന് എന്തിനെയാണ് ബേസ്? ഇൻഡക്ടർ നമ്പർ ഓഫ് ടേൺസിനെ എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ എന്ന്. ഇൻഡക്ടർ എപ്പോഴും നമ്പർ ഓഫ് ടേൺസിൻ്റെ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്നിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. L ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N അല്ല, L ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N സ്ക്വയർ ആണ് കേട്ടോ. നമുക്ക് ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി എപ്പോഴാണ് വരുന്നത്? നമ്മളൊരു കോയിലിനെ ഒരു സോളിനോയിഡ് ആയിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് ഇൻഡക്റ്റീവ് പ്രോപ്പർട്ടി വരുന്നത് അല്ലേ. അപ്പം ഇൻഡക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസിൻ്റെ സ്ക്വയറിനെയാണ്. ഇനി L ഈക്വൽ ടു മ്യൂ നോട്ട് മ്യൂ ആർ N സ്ക്വയർ A ബൈ L, where L ഈസ് ദ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ്, A ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, N ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, മ്യൂ ആർ ഈസ് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി, മ്യൂ നോട്ട് ഈസ് ദ ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി. ഇനി നമ്മൾ ഇവിടെ സോളിനോയിഡിൻ്റെ അകത്ത് ഒരു എയർ കോഡ് സോളിനോയിഡ് ആണെങ്കിൽ, ഇഫ് ദ സോളിനോയിഡ് ഈസ് എയർ കോഡ്, ദെൻ മ്യൂ ആർ എന്തായിരിക്കും? റിലേറ്റീവ് പെർമിയബിലിറ്റി വിൽ ബി 1. സോ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ ബിക്കംസ് മ്യൂ നോട്ട് N സ്ക്വയർ A ബൈ L. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമ്മൾ രണ്ട് കോയിൽ വെച്ചിട്ട് ഒരു കോയിൽ നമ്മൾ കറണ്ട് സപ്ലൈ നടത്തുമ്പോഴത്തേക്കും ഈ കോയിലിൻ്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് പോയിട്ട് അടുത്തതിൻ്റെ അകത്ത് ഇൻഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവും അല്ലേ. അതാണ് അപ്പം മ്യൂച്വൽ ഇൻഡക്ഷൻ. The property of two coils by virtue of which each opposes any change of current flowing in the other is called mutual inductance between the two coils. Mutually induced EMF. അപ്പം ഇവിടെ ഫസ്റ്റ് കോയിലിൻ്റെ അകത്ത് കോയിൽ എക്കകത്ത് ഉണ്ടാകുന്ന കറണ്ട് കൊണ്ട് കോയിൽ ബിക്കകത്ത് ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF which is given by minus M into dI1 by dt. Mutual inductance M will be equal to N2 phi 2 by I1. ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു ലോങ് സോളിനോയിഡ്സ്. രണ്ട് സോളിനോയിഡ്സ് ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽസ് ഈസ് ദ സെയിം നോ മാറ്റർ വിച്ച് ഓഫ് ദ ടു കോയിൽസ് ക്യാരീസ് ദ കറണ്ട്. അപ്പം ഇങ്ങനെ രണ്ട് കോയിൽ കൊണ്ടുവന്ന് വെക്കുമ്പം ഇവിടെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും, ഇവിടെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. സോ വി ഹാവ് ടു യൂസ് ദ സെയിം ഇക്വേഷൻ. ഓക്കെ, M വിൽ ബി ഈക്വൽ ടു മ്യൂ നോട്ട് മ്യൂ ആർ N1 N2 A ബൈ L. ഇവിടെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N1 ആൻഡ് N2 ആണ്. ഓക്കെ, സോ എയർ കോഡ് ആണെങ്കിലോ റിലേറ്റീവ് പെർമിയബിലിറ്റി ബിക്കംസ് 1. സോ ഇറ്റ് വിൽ ബി M വിൽ ബി ഈക്വൽ ടു മ്യൂ നോട്ട് N1 N2 A ബൈ L. ഇനി കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. The coefficient of coupling between two coils is defined as the fraction of the magnetic flux produced by current in one coil that links the other coil. K is given by phi12 divided by phi1, flux got transfer divided by total flux.
കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രമാത്രം അടുത്തിരിക്കുകയാണ് അത്രമാത്രം ഫ്ലക്സ് ലിങ്ക് ചെയ്യുമല്ലോ. അപ്പം ഇപ്പുറത്തെ കോയിൽ എത്രമാത്രം ഫ്ലക്സ് കിട്ടിയോ ഡിവൈഡഡ് ബൈ എത്രമാത്രം ടോട്ടൽ ഫ്ലക്സ് ഉണ്ടായിരുന്നോ അതാണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. ഫ്ലക്സ് ഗോട്ട് ട്രാൻസ്ഫേർഡ് K will be equal to ഫ്ലക്സ് ഗോട്ട് ട്രാൻസ്ഫേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്ലക്സ്. ഓക്കെ, സോ കെയ്ക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. കെയുടെ വേറൊരു ഇക്വേഷനാണ് K will be equal to M divided by root of L1 L2. ഓക്കെ, ഇനി കെയുടെ വാല്യൂ 1 ആവുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. കെയുടെ വാല്യൂ 1 ആണെങ്കിൽ M will be equal to root of L1 L2. അപ്പോൾ എന്താണ് എൻറ്റയർ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് വൺ കോയിൽ ലിങ്ക്സ് ദ അതർ കോയിൽ. ഫുള്ള് ഫ്ലക്സ് അപ്പുറത്തോട്ട് പോകും അല്ലേ. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ വിൽ ബി മാക്സിമം. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വെൻ K ഈക്വൽ ടു 1 കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് 1 അല്ലെങ്കിൽ യൂണിറ്റി ആകുമ്പം നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. കോയിൽസ് ആർ ടൈറ്റ്ലി കപ്പിൾഡ്, രണ്ടാടും അടുത്തടുത്തിരിക്കുകയാണ്. ഇനി വെൻ K ഈസ് ലെസ് ദാൻ 1 M വിൽ ബി ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് L1 L2. ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. ഇനി K ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോയിൽസ് ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്. കോയിൽസ് ആർ ഐസൊലേറ്റഡ്. ഇനി പ്രാക്ടിക്കൽ അയൺ കോർ ട്രാൻസ്ഫോമർ, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് അയൺ കോഡ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ വാല്യൂ 0.9 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റൻസ് ഒപ്പോസസ് ഡാഷ് ഇൻ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഇൻഡക്റ്റൻസ് എന്താണ്, ഡിക്രീസ് ചെയ്യോ ഇൻക്രീസ് ചെയ്യോ ചേഞ്ച് ആണോ? ഇൻഡക്റ്റൻസ് കറണ്ടിനെ ഡിക്രീസും ഇൻക്രീസും ഒന്നും ചെയ്യത്തില്ല. ഇറ്റ് വിൽ ഓൺലി ചേഞ്ചസ്. ഇൻഡക്റ്റൻസ് ഒപ്പോസസ് ചേഞ്ചസ് ഇൻ കറണ്ട് ഇൻ എ സർക്യൂട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, if the number of turns of a coil is increased to 2 times its inductance will be. അപ്പോൾ എന്താണ്, L is directly proportional to N square ആണ്. N നമ്മൾ ഡബിൾ ചെയ്തു, 2 times N ആക്കി കഴിഞ്ഞാൽ 2 times N the whole square. So L becomes 4 times അല്ലേ. So it is increased 4 times. Third question, the inductance of a coil is dash the reluctance of the magnetic path. അപ്പോൾ ഇൻഡക്റ്റൻസും റിലക്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചേക്കാണ്. നമുക്ക് റിലക്റ്റൻസ് എസ് അറിയാം, റെസിസ്റ്റൻസിനെ പോലെ. റെസിസ്റ്റൻസ് എന്തായിരുന്നു, റെസിസ്റ്റൻസ് ഈസ് EMF ബൈ കറണ്ട് I ആണ്. അപ്പം റിലക്റ്റൻസ് എസ് എന്തായിരിക്കും, MMF ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ഫൈ. ഇവിടെ കറണ്ടാണോ പോകുന്നതല്ല, ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ അകത്ത് ഫ്ലക്സ് ആണ്. ഇനി MMF എന്ന് പറയുന്നത് എന്താണ്, MMF വിൽ ബി ഈക്വൽ ടു NI ആണ്. സോ എസ് വിൽ ബി ഈക്വൽ ടു NI ഡിവൈഡഡ് ബൈ 5. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഇൻഡക്റ്റൻസും റിലക്റ്റൻസും തമ്മിലുള്ള റിലേഷനാണ്. ഇൻഡക്റ്റൻസ് എല്ലിൻ്റെ എന്താണ്, L ഈസ് N∅ ഡിവൈഡഡ് ബൈ I ആണ് അല്ലേ. സോ 5 ക്യാൻ ബി റിട്ടൺ ആസ് NI ബൈ എസ്. ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം L വിൽ ബി ഈക്വൽ ടു N ഡിവൈഡഡ് ബൈ I ഇൻറ്റു NI ഡിവൈഡഡ് ബൈ എസ്. സോ L വിൽ ബി ഈക്വൽ ടു N സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് അല്ലേ. L വിൽ ബി ഈക്വൽ ടു N സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദ ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റിലക്റ്റൻസ് അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലക്റ്റൻസ്. Fourth question, an iron cord coil of 10 turns has a reluctance of 100 ampere turns per Weber. The inductance of the coil is. നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ ഇതേ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. L വിൽ ബി ഈക്വൽ ടു N സ്ക്വയർ ബൈ എസ്. ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. N തന്നിട്ടുണ്ട് 10. സോ 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. സോ ഇറ്റ് വിൽ ബി 1 Henry. ഓക്കെ. Fifth question, a current of 2 ampere through a coil sets up a flux linkage of 4 Weber turns. The inductance of the coil is. അപ്പം ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിലിൻ്റെ ഫോർമുല എന്താണ്, N∅ ഡിവൈഡഡ് ബൈ I. ഇവിടെ നമുക്ക് 4 വെബർ ടേൺ തന്നിട്ടുണ്ട്, അതായത് N∅ തന്നെ തന്നേക്കുന്നത്. N∅ ഈസ് ഗിവൺ ആസ് 4 വെബർ ടേൺ ആൻഡ് കറണ്ട് I ഈസ് ഗിവൺ ആസ് 2 ആംപിയർ. So L will be equal to 4 divided by 2. So it will be 2 Henry. Sixth question, mutual inductance between two coils can be decreased by.
മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് എങ്ങനെ ഡിക്രീസ് ചെയ്യാം? മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല നമുക്കറിയാം, വിച്ച് ഈസ് മ്യൂ നോട്ട് മ്യൂ ആർ N1 N2 A ഡിവൈഡഡ് ബൈ L അല്ലേ? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഏരിയ കൂടും തോറും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൂടും, നമ്പർ ഓഫ് ടേൺസ് കൂടും തോറും കൂടും, പക്ഷേ ഡിസ്റ്റൻസ് കൂടും തോറും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കുറയും. അതായത് രണ്ട് കോയിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും തോറും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കുറയും അല്ലേ? സോ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ഐദർ കോയിൽ ബൈ മൂവിങ് ദ കോയിൽസ് അപ്പാർട്ട്, by moving the coil closer, and none of the above. Mutual inductance between two coils can be decreased by moving the coils apart. ദൂരത്തോട്ട് പോകുമ്പോഴല്ലേ? Seventh question, if in figure phi 12 is 2 Webers, N2 is 20, I1 is 20 amperes, then mutual inductance between the coils. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം നമ്മൾ കണ്ടുപിടിക്കണം. എം കണ്ടുപിടിക്കാൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സെക്കൻഡ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസിന് ഡിപ്പെൻഡ് ചെയ്യും, സെക്കൻഡ് കോയിലിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന് ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന കാരണം ആരാണ്? കറണ്ട്. ഫസ്റ്റ് കോയിലിലെ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ N2 is given as 20, phi 2 is given as 2 Webers, and I1 is given as 20. So our answer will be 2 Henry. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈഫ് ഇൻ ഫിഗർ, ഇതേ ഫിഗറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈഫ് ഇൻ ഫിഗർ N1 is 100, N2 is 1000, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ is 2 Henry, ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് is. അപ്പം നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്തിനെയായിരുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നത്? N²/S ആണ്. അപ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുമ്പോഴത്തേക്കും N² മാറ്റിയിട്ട് N1 N2 ഡിവൈഡഡ് ബൈ S ആണ്. ഓക്കെ, സോ reluctance S will be N1 N2 divided by S. So it will be N1 എന്താണ്? N1 is 100 into 1000, 100 into 1000 divided by 2. So it is 5 into 10 raised to 4 ampere turn per Weber. 5 into 10 raised to 4 ampere turn per Weber. Ninth question. A current of 4 ampere through a coil of 100 turns produces a magnetic flux of 400 lines. The self inductance of the coil is. Okay, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? Current is given as a 4 ampere, N is given as a 1000 turns, and മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ലൈൻസ് 400. നമുക്ക് വെബർ അല്ല തന്നേക്കുന്നത്, നമ്മൾക്ക് അറിയണം. ഇതൊരു കാര്യമാണ്. 1 വെബർ ഈക്വൽ ടു 10 raised to 8 ലൈൻസ് ആണ്. 1 വെബർ ഈക്വൽ ടു 10 raised to 8 ലൈൻസ് ആണ്. അപ്പം ഒരു ലൈൻ എന്ന് പറയുന്നത് 1/10 raised to 8 വെബർ ആണ്. അപ്പം 400 ലൈൻസ് എന്ന് പറയുന്നത് 400 divided by 100 into 10 raised to minus 6 വരും. So it is a 4 into 10 raised to minus 6 Weber. 4 into 10 raised to minus 6 Weber. Flux will be equal to 4 into 10 raised to minus 6. So inductance L will be equal to N phi by I. So it is N is 1000 into 4 into 10 raised to minus 6 divided by 4. So it will be 10 raised to minus 3 Henry, which is 1 millihenry. 10th question, in figure the mutual inductance between two coils. നമുക്ക് രണ്ട് കോയിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് L1 തന്നിട്ടുണ്ട് 12 millihenry, L2 is given as 3 millihenry, K is given as 0.8. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്? M will be equal to K into root of L1 L2. So M will be equal to K is given as 0.8 into root of 12 into 3. So it becomes a 0.8 into 2 into 3. So it will be 4.8 millihenry. So it will be 4.8 millihenry.
11th question, in the above figure, the maximum inductance between the coils can be. Maximum inductance eppada varunathu? Maximum inductance happens when k equal to 1. Okay, so m will be equal to k, when k is 1, it will be, m will be equal to root of L1 L2. So L1 L2 endayirikkum? It is 12 into 3. So it will be 2 into 3 veliyil varumbo. So it is a 6 milli Henry. 12th question, in the given figure, the mutual inductance between the coil. നമുക്ക് I1 തന്നിട്ടുണ്ട് 2 amperes, N1 is given as 100, Phi1 is given as 0.1 Weber, N2 is given as 200, Phi2 is given as 0.08. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഫോർമുല യൂസ് ചെയ്താൽ മതി? N2 Phi2 divided by I1. So N2 is 200 into Phi2 is 0.08 divided by I1 is 2 amperes. So it will be 8. M will be equal to 8 Henry. Last question. In the above figure, the coefficient of coupling between the coils is. Okay. ഈ ഫിഗറിൻ്റെ അകത്ത് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് കണ്ടുപിടിക്കണം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഫോർമുല എന്താണ്? നമുക്കറിയാം എം ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് L1 L2. ഓക്കെ, ഇപ്പം നമ്മൾ എം കണ്ടുപിടിച്ചു. L1 നമുക്ക് കണ്ടുപിടിക്കാം. L1 വിൽ ബി ഈക്വൽ ടു N1 Phi1 ഡിവൈഡഡ് ബൈ I1. ഇത് വെച്ച് നമുക്ക് L1 കണ്ടുപിടിക്കാം. പക്ഷേ L2 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടുത്തെ കറണ്ട് I2 തന്നിരിക്കണം. I2 തരാത്തടത്ത് നമുക്ക് L2 കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് കെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഫോർമുല യൂസ് ചെയ്യുന്നത്? കെ വിൽ ബി ഈക്വൽ ടു ഫ്ലക്സ് ട്രാൻസ്ഫേർഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്ലക്സ്. എത്രമാത്രം ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്ലക്സ്, എത്രമാത്രം ഫ്ലക്സ് ഈ കോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്ലക്സ്. സോ കെ വിൽ ബി ഈക്വൽ ടു transfer the flux is 0.08 divided by 0.1. So it will be 0.8. Coefficient of coupling will be 0.8. Okay, thank you.